ഓക്കെ. സോ ഗൈസ്, അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെന്റ് നമ്മളൊരു കുറച്ച് നാൾക്ക് മുമ്പ് കൺസിഡർ ചെയ്ത് വെച്ചിരുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആയിരുന്നു. ആൻഡ് അത് അന്നത്തെ ഒരു സാഹചര്യം കൊണ്ട് നടന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് പ്ലേയേഴ്സിന് അങ്ങനെ ആവശ്യം വരേണ്ടതായിട്ട് വന്നില്ല. കാരണം എല്ലാവരും ആക്റ്റീവ് ആയിരുന്നു സിറ്റിയിൽ. നമുക്ക് പ്ലേയേഴ്സ് വേണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. സോ ഇപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് എന്തായാലും മുമ്പോട്ട് കാര്യങ്ങൾക്കൊക്കെ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു റിക്രൂട്ട്മെൻറ്റ്. ആൻഡ് ഇനി ഒരു 3 more റിക്രൂട്ട്മെൻറ്റ്സ് വരുന്ന ദിവസങ്ങളിലുണ്ടാവും. ഇന്ന് നമുക്ക് ഒരു റിക്രൂട്ട്മെൻറ്റേ ഉണ്ടാവുള്ളൂ. സോ അപ്പോൾ റേഡിയോ ബഗ്ഗാണെന്ന് അറിയാം. നിങ്ങൾക്ക് ഇതിനകത്ത് റിപ്ലൈ പറയാൻ പറ്റത്തില്ലെന്ന് അറിയാം. റിപ്ലൈ പറയാൻ റിപ്ലൈ പറയാൻ പറ്റുന്ന ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് വർക്കാവുന്നു എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഓക്കെ ഓക്കെ. ഹലോ, ആരാ അതാ ഇപ്പൊ സൗണ്ട് കേക്കാവോന്ന് ചോദിച്ചാരാടാ? സോ എനിക്ക് നമ്മുടെ നല്ല രീതിയിൽ ഗ്യാങ്ങിന് ഒരു നല്ല കോൺട്രിബ്യൂഷൻസ് ഒക്കെ തരാൻ പറ്റുന്ന ആളാണെന്ന് തോന്നിയിട്ടുണ്ട്. സോ ഇപ്പം ഇങ്ങനെ ഒരു ടൈമിൽ ഞാൻ റിക്രൂട്ട്മെന്റ് എടുക്കാനുള്ള മെയിൻ ഒരു കാരണം അതൊക്കെ തന്നെ ഉണ്ടാണ്. നമുക്ക് ഗ്യാങ്ങിന് നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളും കൂടാണ്. സോ ഐ എം വെൽക്കമിങ് KVA Appapan to TVA as TVA Appapan. Welcome to TVA bro. TVA Appapa. Saipe konduva. Appapa. കേക്കാമല്ലോ. Appapa. ഓ സുഖാണോ? സുഖല്ലേ? സുഖം സുഖം സുഖം. എന്തായാലും നിന്നെക്കാട്ടിലും കുറവാ. നമ്മൾക്ക് ഏജ് നോക്കണം. നമ്മള് ഏജ് നോക്കുവാനും നിനക്കൊക്കെ എക്സ്പീരിയൻസ് പ്രായം വെച്ച് നോക്കുമ്പോ അപ്പാപ്പ നമ്മളെക്കാളൊക്കെ മൂത്തതാണെങ്കിലും മൂത്ത കഴിഞ്ഞാൽ വീര്യം കൂടുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സിറ്റിയിൽ PL ഉണ്ടോ അപ്പാപ്പ? PL ഉണ്ടോ? ഹലോ, PL ഉണ്ട് കേട്ടാ. പെർഫോമൻസ് വ്യൂ ലോഞ്ച് കേക്കാം. പക്ഷെ സൗണ്ട് ഇച്ചിരി ഇട്ടിട്ടാ പോണേ. എനിക്ക് അപ്പാപ്പന്റെ ഇഷ്യൂ ആയിരിക്കണേ. അല്ല പിങ് ഉണ്ടറാ. എല്ലാവർക്കും പിങ് ഉണ്ടറാ. ആണോ? എല്ലാവർക്കും പിങ് ഉണ്ട്. ഇപ്പൊ ശരി സംസാരിച്ച ഇല്ല പാപ്പ, ഇത് കട്ടായി പോണ്. അണ്ണന്റെ സൗണ്ട് അങ്ങനെ വിട്ടിട്ട് പോകുന്നില്ല. പക്ഷെ എന്റെ സൗണ്ട് വിട്ടു പോകുന്നില്ല. നിന്റെ സൗണ്ട് ഓക്കെയാണ് എനിക്ക്. ഇല്ലല്ല, അതാണ് അണ്ണന്റെ സൗണ്ട് എനിക്ക് ഓക്കെ. എടാ റേഡിയോയിലുള്ള എല്ലാവർക്കും കേക്കാവോടാ? അപ്പൊ ഇത് ഇതെന്താ പുതിയ സർവീസ് ആണോ? ഒരാളെ കൊന്നിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പൊ തന്നെ റിവൈവ് ചെയ്ത് കൊടുക്കും. വണ്ടി അടിയിലാണുണ്ടോ? വണ്ടി മാറ്റാ സോറി. പിന്നെ പറ, വണ്ടി അടിയിലാണുണ്ടോ? ഇവിടെ ഒരു ബോഡി എനിക്കൊന്നും കാണുന്നില്ല. ഇല്ല ബോഡിയില്ല ചത്തിട്ടില്ല. സെറ്റാണോ? കേക്കാവോ? എനിക്ക് ഡയലോഗ് അടിച്ചായിരുന്നു. മിസ്സായിട്ട് അപ്പുറത്ത് വാ, അങ്ങോട്ട് വാ. വണ്ടി വരുന്നു വാസവന്റെ വണ്ടി വരുന്നു. ഇല്ല സീല. വാ അങ്ങനാണല്ലോ. വാർച്ചാറ്റ് വന്നിട്ട് എടുത്താ വരുന്നേ. വെൽക്കം ടു TVA. എനിക്ക് വെനസ്ഡേയാണ് ഇന്ന്. നല്ല കണ്ണൂണ്ടൂടെ. വന്നപ്പോ എന്നെ വേറൊരു വണ്ടി വന്നിടിച്ചയാ. ഞാൻ മര്യാദക്ക് വരുമായിരുന്നു ബ്രോ. ഞാൻ സ്ലോ ആയിട്ട് വരുമായിരുന്നു. പോട്ടെ. നീ പോട്ടെ.
അവ കൊറേ വട്ടം തല്ലാനും പിടിക്കാനും ഒക്കെ ഇതിനകത്തോട്ട് ഓടി കയറിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അല്ലാതെ എനിക്ക് മുക്കും മൂലം കാണപ്പെടാ. അല്ലാതെയും കേറിയിട്ടുണ്ടെന്ന് അറിയാം. സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനും കേറിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ എന്തായാലും വെൽക്കം ടു TV. അകത്തോട്ട് വരണം. വാടാ അകത്തോട്ട് എല്ലാവരും ഗ്യാങ്സൊക്കെ ഓർമ്മയുണ്ടോ ചോദിക്കാ. അതെ സത്യം. സത്യം അപ്പാപ്പന്റെ അടുത്ത് പറയണം. ആർവിൻ മൾട്ടി യൂണിവേഴ്സ് ഒന്ന് പറ. എനിക്ക് ഇനി അപ്പാപ്പന്റെ അടുത്ത് സത്യം പറയണം. എന്താണ് പിന്നെ? പണ്ട് KVL വച്ചിരുന്ന 7000 മീൻ അടിച്ചോണ്ടോ ഞാനാ. അതെ ഞാനാണത്. അവരിപ്പോഴും അതിനായിട്ട് തെരഞ്ഞെടുക്കണം. മനസ്സിലായോ? രണ്ടുപേരെ വലിയ കഥയാണത്. അത് വലിയൊരു കഥയാണ്. അറിയാമോ വാസുണ്ണനത്? ഇല്ല. വാസുണ്ണൻ ഞാനാണെങ്കി ഇവര് മീൻ പിടിക്കുന്ന സ്ഥലത്തോട് പോവാൻ ഒറ്റ വഴിയേ ഉള്ളൂ കേട്ടോ. അവിടെ കാറ് വഴിയേ വരാൻ പറ്റൂ. അപ്പൊ ഞാനാണെങ്കി ഒരു മലയെന്ന് പൊത്തെടുത്ത് ചാടി വന്ന് വെള്ളത്തിൽ വീണു. പറന്ന് വന്ന് വെള്ളത്തിൽ വീണു. നീന്തി കയറിയപ്പോ ഇവരെ വണ്ടിയും സാധനവും ഇരിക്കണം. ഞാൻ എടുത്ത് പോക്കറ്റ് വെച്ച് തിരിച്ചതൊരു ചാടി പെങ്ങ് പോയി. എന്നിട്ട് ഇവര് അവിടെ മുഴുവൻ തപ്പണം. അവിടെ വണ്ടിയിൽ വന്നാൽ കാണാൻ പറ്റും. വണ്ടിയിലല്ല വന്നത്, പറന്ന് പറന്ന് സാധനം എടുത്തോണ്ട് തിരിച്ചു വരുന്നത്. ഞാൻ തിരിച്ചു കൊടുത്തു. പക്ഷെ എന്നാലും ചന്ദ്ര ഒരു ഈശ്വര പ്രാർത്ഥന. അപ്പാപ്പന് വേണ്ടി ഒരു പ്രത്യേക ഈശ്വര പ്രാർത്ഥന. ചന്ദ്ര ഈശ്വര പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ തന്നെ വേണോ വാസവന്റെ? പിന്നെ ചന്ദ്രൻ ഇപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തോടെ ചെയ്യണ ഒരാളെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ഗ്യാങ്ങിലോട്ടാണ് അപ്പാപ്പ ഇപ്പൊ എത്തിയത്. നൈസ്. സകലകോടി ദൈവങ്ങളായ എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് ദൈവമേ ഇവിടെയുള്ള എല്ലാവരെയും കാത്തുകൊള്ളണേ. ഇന്ന് തൊട്ട് നമ്മുടെ അടച്ചു കിടക്കുന്ന നമ്മുടെ മുറി തിരി തെളിയിക്കാനും എല്ലാരെയും വലത് കാല് പിടിച്ച് കയറ്റാനും നമ്മുടെ കുടുംബത്തിലൊരു അംഗമായും കുടുംബിനിയായും ഒരാൾ വന്നിട്ടുണ്ട്. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കയറുവാണ്. എന്നാലും എത്ര വയസ്സുണ്ട് അപ്പൊ ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. അയ്യോ ഓൾഡ് ഏജ് ഹോം കൂടിയാണ്. അപ്പാപ്പൻ വന്ന കൂട്ടത്തില് ഇവിടെ രക്ഷപ്പെട്ട ആശ്വാസമുള്ള ഒരാളെന്ന് പറഞ്ഞാൽ മെന്നിയാണ്. കാരണം കൂട്ടത്തിൽ ഏറ്റവും മൂത്ത ആളെന്ന് പറഞ്ഞു പ്രായ ആളെന്നുള്ള പറഞ്ഞു കളിയാക്കിക്കൊണ്ടിരുന്നത് മെന്നിയാണ്. ഇനിയിപ്പോ അപ്പാപ്പ ഉണ്ടല്ലോ. സത്യം പറഞ്ഞ അണ്ണ ഇതിന്റെ ഒരു വോൾട്ടേജ് ഹോം കൂടിയാണ്. ഇനി സത്യം ഇതൊരു വോൾട്ടേജ് ഹോമായപ്പോ മെന്നി അപ്പാപ്പൻ ഇത് മറ്റേ ജോക്കി കേക്കണുണ്ടാവും. ജോക്കി വാടാ വാ 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 വാ. പറ അപ്പാപ്പ. എടാ ഇതിനകത്ത് ഈ മുടി ആരുടെ? മാഡിയുടെ ആണോ സാവേജിന്റെ ആണോ? ഈ ചുരുണ്ട മുടി അത് കിണ്ടി, ഇത് സാവേജ്. നിങ്ങൾ രണ്ടും എനിക്ക് എപ്പോഴും തിരിഞ്ഞു പോകണം എപ്പോഴും. ഇവനെ മന്ദാർച്ച സ്നൈപ്പിനെയൊക്കെ പിന്നെ കണ്ടാ അറിയാം. സ്നൈപ്പിന് പിന്നെ അല്ലാതെ സ്നൈപ്പിന് ഈയിടയ്ക്ക് ഒരു ചെറിയ മാറ്റം ഉണ്ട് കേട്ടോ മുഖത്തിന്. നേരത്തെ മുഖമല്ല. പിന്നെ എന്നെ കണ്ടിട്ട് എങ്ങനെയുണ്ട് ഒരു മാറ്റം? ഇവന്റെ മുടി തന്നെ ധാരാളം ഇവനെ കണ്ടുപിടിക്കാൻ. പിന്നെ അവൻ വാ തുറന്നാ മതിയല്ലേ. കെവിൻ എന്ത് ചെയ്യാ? അവൻ എന്ത് ചെയ്യ? എടാ കെവിൻ പോയോ? നിനക്ക് ലോഡ് ആവത്തില്ല. നിനക്ക് അനിയൻ മൗസ് പിടിച്ചിരിക്കുമ്പോ എങ്ങനെയാണ് ലോഡ് ആവുന്നത്? ബിഗ്ഗസ്റ്റ് ടെസ്റ്റ് ഓഫ് 2025. അപ്പൊ ഗൈസ്, അപ്പൊ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ റേഡിയോ പറഞ്ഞ കേൾക്കാലോ നിങ്ങൾക്കല്ലോ? ഹലോ. അപ്പൊ
മെയിനായിട്ട് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പാപ്പൻ ആക്ച്വലി ഒരു എന്താ പറയാ നമ്മുടെ ഒക്കെ മൂത്ത ഒരാളും പ്രായത്തിന് മൂത്ത ഒരാളും ആയതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ആ ഒരു റെസ്പെക്റ്റ് എപ്പോഴും അപ്പാപ്പന് കൊടുക്കണം. കാരണം നിങ്ങൾ ചാടിക്കേറി എനിക്ക് മെയിൻ പേടി ഇവനെയൊക്കെയാണ്, നമ്മുടെ ഈ തൃശ്ശൂർ ഗഡിയൊക്കെ. അവനൊക്കെ ചാടിക്കേറി ഗഡി എന്നൊക്കെ പറഞ്ഞ് തോളത്ത് കൈയൊക്കെ ഇടാൻ വരും. അപ്പൊ അവനെയൊക്കെ ഒന്ന് നോക്കിക്കോണം. അപ്പൊ ഒരു റെസ്പെക്റ്റ് ഒക്കെ കൊടുത്ത് സംസാരിക്കുക എല്ലാരും സംസാരിക്കുന്ന സമയത്ത്. സോ അപ്പാപ്പന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയൂ. പറയണ്ട. ആ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നേ ഉള്ളൂ, എന്നാലും വെളിയിലോട്ട് വരുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ വാസുവിനെ അപ്പം വിളിച്ചതിലും നന്ദി. രണ്ടാമത് എന്താണ് വാസുമോൻ എന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഞാനപ്പോ വാസുമോൻ ഒരു വാക്കും തന്നിട്ടുണ്ട്. അപ്പം അത് ഉടനെ തന്നെ നമുക്ക് നടത്തിക്കണം. അതെ, പുള്ളി സംസാരിക്കുന്നത് കേൾക്കുന്നില്ലേ? കുറച്ച് ഫ്രണ്ടിലോട്ട് എന്നാലേ കേൾക്കത്തുള്ളൂ. ഫ്രണ്ടിലോട്ട് നിൽക്കേ. അപ്പൊ എന്തെങ്കിലും പറ. അപ്പൊ എത്ര നേരം ഇരിക്കണം കേൾക്കാൻ? അപ്പാപ്പന്റെ വോയിസ് ബ്രേക്ക് ആണ്. വോയിസ് ബ്രേക്ക് ആണ്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. സിറ്റിയിലെ പിങ് ഭയങ്കര കൂടുതലാണ്. 189 ഒക്കെ ആണ് പിങ്. PL 7 ആയി. ഹലോ 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 റേഡിയോയിലോ അപ്പൊ 81 റേഡിയോയില് ഇപ്പൊ വോയിസ് ക്ലിയർ ആയോ? എനിക്കൊന്ന് എന്റെ വലക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. എനിക്ക് മൊത്തം ലോഡിങ്ങാ, അതിന്റെ പ്രശ്നമായിരിക്കും. ആണല്ലേ, വലക്ക് പ്രശ്നമുണ്ടല്ലേ? പറഞ്ഞേ. അല്ല അപ്പാപ്പൻ പറഞ്ഞു, നമ്മളിങ്ങനെ വരുന്ന സമയത്ത് റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ഒരു ഇതുണ്ടാവും, എപ്പോഴും ചെയ്യിക്കണതാ. അപ്പൊ അപ്പാപ്പന്റെ സൈഡ് പറഞ്ഞോ. എന്റെ സൈഡ് പറയുവാണെങ്കിൽ ഒരു 3-4 കൊല്ലങ്ങൾക്ക് മുമ്പിലോട്ട് സഞ്ചരിക്കേണ്ടി വരും. സഞ്ചരിച്ചോ അപ്പാപ്പൻ ഇനഫ് ടൈം ഉണ്ട്. ആണല്ലേ? അങ്ങനെ സഞ്ചരിക്കുവാണെന്നുണ്ടെങ്കിൽ അന്ന് ഈ ചന്ദ്രബോസ് പന്തല് ചന്ദ്രനായിരുന്നു. നമസ്കാരം. വേസ്റ്റ് ഡിസിഷൻ എവർ. അതൊക്കെ ബ്രോക്ക് മാറും. അതേപോലെ വീണ്ടും പോയേട്ടാ, വീണ്ടും പോയേ. നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാരും ഒന്ന് ഡിസ്കോഡ് കണക്ട് ചെയ്യോ? ഡിസ്കോഡ് കണക്ട് ചെയ്യോ? ഡിസ്കോഡ് ഞാൻ ഇത് ചെയ്യട്ടെ. എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം ഗൈസ്. നിങ്ങളെ പറയണ ഒന്നും എനിക്ക് കേട്ടുകൂടായിരുന്നു അപ്പാപ്പ. നന്നായില്ലേ? ഞാൻ പറഞ്ഞു വന്നത് 3-4 കൊല്ലങ്ങൾക്ക് മുമ്പോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് അന്ന് പന്തചന്ദ്രൻ എന്ന് പറയുന്നത്, അല്ല ചന്ദ്രൻ എന്ന് പറയുന്നത് പന്തചന്ദ്രൻ, അത് കേട്ടല്ലോ അല്ലേ? അതേപോലെ വീണ്ടും വാസുവിനെ പറയണോ? അത് എനിക്ക് ആദ്യമേ ഓർമ്മ വരുന്നത് വഴിവെട്ടിക്കോണ എന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്ന വാസന്മാരെയാണ് എനിക്ക് ആദ്യമേ ഓർമ്മ വരുന്നത്. മലമുകളിൽ നിന്ന് വഴിവെട്ടി ഓടിയത്. അതെ, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, നല്ല നല്ല ഓർമ്മകൾ ഉണ്ടായിരുന്നു. നമുക്ക് ഇനിയും എല്ലാവർക്കും ഒരുമിച്ച് അതേപോലെയുള്ള ഇനിയും നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതെ. നിക്കറില്ല അപ്പൊ തന്നെ. ചൂട് ഭയങ്കര ചൂട്. സോ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ടൈമില് നമുക്ക് ഇനി അങ്ങോട്ട്, അതായത്
നമ്മള് അപ്പാപ്പനെ ഇവിടെ എടുത്തേക്കുന്നത് അടിക്കാൻ വേണ്ടിയിട്ടും ഗൺ പവർ ഒന്നും അല്ല നമ്മള് അപ്പാപ്പനെ എടുത്തേക്കണേ. സോ അപ്പാപ്പന് മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പാപ്പന് കുറെ നല്ല സംസാരിക്കാനാണെങ്കിലും RP കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും നല്ല കുറച്ച് ഐഡിയാസ് ഉള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഗ്യാങ്ങിന്റെ മെയിനായിട്ട് ഞാൻ മെയിൻലി നോക്കിയൊരു മെയിൻ കാര്യം അതാണ്. അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ സംസാരിച്ചിരിക്കുന്നത് കുറച്ച് നാളായിട്ട് വളരെ കുറവാണ്. അപ്പം നമുക്ക് അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് എൻഗേജ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട്, പിന്നെ നമുക്കറിയാം ഇനി തൊട്ട് ഇത് അപ്പാപ്പൻ സെർവറിന്റെ ഒരു 1 ഓഫ് ദ ഓണർ ആണെന്ന് അറിയാം. ഇനിയിപ്പം നമുക്ക് വാർച്ചാറ്റിലൊക്കെ കൊണയടിക്കാം നമ്മുടെ സെർവറിന്ന്. ഞാൻ വേറെ ആരും വേണം നിന്റെ അടുത്തൊക്കെ എല്ലാ അമ്മടുത്ത് ഇങ്ങനെ സെർവർ അഡ്മിൻ ആണെന്ന് വിചാരിച്ച് എന്തെങ്കിലും പോക്കൃത്തരം നീയൊക്കെ കാണിച്ചിട്ട് അവിടെ പോയിരുന്ന് വർത്താനം പറയരുത്. അത് ഞാൻ ഇപ്പോഴേ പറയാൻ കേട്ടാ. ചന്ദ്രൻ കാട്ടണോക്കെ ചന്ദ്ര അങ്ങനെ അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് കുറച്ച് നാള് ഒരുമിച്ച് മുന്നോട്ട് പോവാം. നല്ല കുറെ കാര്യങ്ങളും നല്ല അടിയും വഴക്കും ബഹളവും സംസാരവും സിറ്റുവേഷനും ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് മുമ്പോട്ട് പോവാം. ആൻഡ് അപ്പാപ്പ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അല്ല, ഒരു കാര്യം എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. KVA മെമ്പേഴ്സിന്റെ അടുത്ത് ഒരു ബിഗ് താങ്ക് യു. അവിടെ നമ്മള് ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണെങ്കിലും അതില് പോയിട്ട് വാ എന്നുള്ളൊരു അപ്രോച്ചിൽ നിന്ന് കുറെ ആൾക്കാരുണ്ട് അവിടെ. എക്സ്പെഷ്യലി സുമതിയമ്മായി, പിന്നെ ഞാൻ പറയാണ് മെയിനായിട്ട് സുമതിയമ്മായി, ഹിറ്റ്മാൻ, അവരെല്ലാം മെയിൻലി ഇപ്പം KVA ഏറ്റെടുത്ത് നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാരണം കറന്റ്ലി കാർലോ കുറച്ചുള്ള ഡിനെക്റ്റീവ് അല്ലായിരുന്നോ. അപ്പോൾ ആ ഒരു ടൈമിലാണെങ്കിലും ഇവരെല്ലാം അങ്ങനെ നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ഇതിൽ വന്നപ്പം വേറൊരു ബാഡ് സെൻസിൽ എടുക്കാതെ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മുടെ അടുത്ത് തന്നെ അവരുടെ അടുത്തൊക്കെ ഒരു KVA എല്ലാ മെമ്പേഴ്സിൻ്റെ അടുത്ത് ഒരു പ്രത്യേക താങ്ക് യു സോ മച്ച് അങ്ങനത്തെ ഒരു സെൻസിൽ എടുത്തതിന്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഒരു കളി കളിക്കാം. ഈ കളിയുടെ പേര് കൊക്ക. ഇത് അപ്പാപ്പന് മാത്രമാണ്. അപ്പാപ്പ കൊക്ക ഞാൻ എന്റെ ലൈനിന്റെ കൂടെ കളിക്കണായിരുന്നു പറഞ്ഞു. ഒരു കൊക്കയില് പെട്ട് നിക്കാണ്. കൊക്കയില് മനസ്സിലായോ? അപ്പാപ്പന് 2 കയ്യില് 2 പേര് പിടിച്ചു തൂങ്ങി കിടക്കുകയാണ്. അപ്പാപ്പന് ഒരാളെ രക്ഷിക്കാൻ പറ്റൂ. 2 കയ്യിൽ 2 പേര് പിടിച്ചു തൂങ്ങി കിടക്കുകയാണ്. പക്ഷെ ഒരാളെ രക്ഷിക്കാൻ പറ്റും. 2 പേരെ ഞാൻ രക്ഷിക്കും. എന്റെ മനസ്സ് വലിയ സാധനമാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിയമം കൊക്കയ്ക്ക് ഒരു പ്രത്യേക ഒരു നിയമമുണ്ട്. ഒരിക്കലും വീട്ടുകാരെ വെച്ച് പറയാൻ പറ്റൂല. അച്ഛൻ അമ്മയൊന്നും വെക്കാൻ പറ്റൂല. ശരി. അപ്പൊ ഒരു കയ്യില് സുമതി അമ്മായി, ഒരു കളിയിൽ ചന്ദ്രൻ. ആരെ കളയും? ഒരാളെ രക്ഷിക്കാം. അതുറപ്പല്ലേ വേണ്ടി എന്ത് പറ്റാത്ത എനിക്കറിയില്ല. അപ്പാപ്പം വാ കൊണ്ട് പറയണം. ചന്ദ്രനെ വിട്ടിട്ട് പറയും സുമതി പിടിച്ചോ എന്ന് പറയും. അപ്പൊ സുമതി ടഫാണ്. എനിക്ക് ഇഷ്ടപ്പെടുത്തില്ല കോട്ടെ. അടുത്ത കുറച്ച് ടഫാണ്. അടുത്തെന്ന് പറഞ്ഞാൽ ഒരു കയ്യില് നീലൻ, മറ്റേ കയ്യില് ഹിറ്റ്മാൻ. നീ ആദ്യത്തെ ദിവസം തമ്മിലടിപ്പിക്കുക. അല്ല അണ്ണ, നല്ല ഗുണത്തല്ല കളിയല്ലേ. നേരത്തെ ഒരാളെ വിട്ടിട്ട് മറ്റൊരാളെ പിടിച്ചോന്ന് പറയും. കറക്റ്റ് ആയിട്ട് പറഞ്ഞായിരുന്നു. മെന്നി പറഞ്ഞ എന്താ, ഒരാളെ വിടണം, മറ്റേ പിടിക്കാൻ പറയാൻ പാടില്ല എന്നോട് പറഞ്ഞില്ലല്ലോ. എനിക്ക് വേറെ ചോദ്യം ചോദിക്കാനുണ്ട്. ഞാൻ അവസാനം ഒരു ചോദ്യം ചോദിച്ചിട്ട് എന്റെ ചോദിച്ചു. അപ്പൊ അടുത്തത് ഒരു കയ്യില് കാർലോ, മറ്റേ കയ്യില് വാസു. അതൊന്നും പറ്റൂല. എവിടെയാണ് കൂറട്ടെ പറയണം. അതായി വളരെയധികം നല്ലൊരു കാര്യം. സോറി കേൾക്കുന്നില്ല, ചത്തോണ്ടാന്ന് എനിക്ക് കേൾക്കുന്നില്ല. ഹലോ പറയുന്നുണ്ട്. ഹലോ മെന്നി, ഹലോ കേൾക്കുന്നില്ല മെന്നി. ഹലോ കൊണ്ടുപോണ ഹലോ കൂററിയണം. കൂറ് സോറി കേൾക്കുന്നില്ല മെന്നി, ദൂരോട്ട് പോയി. ശ്രീരാമ താങ്ക് യു സോ മച്ച്. ഞാൻ സജഷൻ പറയട്ടെ, ഇതുപോലുള്ള കൊലങ്കലികളെ നമ്മൾ ആദ്യമേ എടുത്ത് കളയേണ്ടത്. അല്ല വേറൊരു കാര്യം പറയട്ടെ.
ഇവിടെ ടിവിയില് ഓഡിയൻസ് ഒരേ സ്വരത്തിൽ പറയണ കേട്ടാ. അപ്പൊ ചാനലിൽ നിന്ന് എന്നെ ഒന്ന് അൺബ്ലോക്ക് തള്ളക്കി വിളിച്ച ബാൻ കിട്ടിയത്. എല്ലാരും മാറ്റിയല്ലോ വാസവന്, അതൊക്കെ എന്തേ മാറ്റി? നിങ്ങൾ കൊറേ പേർക്ക് അവിടെ ബാനാന്ന് എനിക്കറിയാം. എന്താ ചന്ദ്രൻ എന്നെ ബാത്റൂമിൽ കൊണ്ട് വൃത്തിയോടാണെങ്കിൽ ആരും രക്ഷിക്കണേ. എന്തൊക്കെയാണല്ലേ ദൈവമേ. സൗണ്ട് പറയാ അതല്ല, അത് ബ്രാവയുടെ നെറ്റ് കംപ്ലൈന്റ്, അപ്പാപ്പന്റെ നെറ്റ് കംപ്ലൈന്റ്. അതാണ് വല ഇതാക്കി ഇടക്കിടക്ക് വിട്ടു പോകുന്നുണ്ട്. ഫ്ലഷ് അടിക്കട്ടെ. എന്നാ ഞാൻ ഫ്ലഷ് അടിച്ചിട്ടൊന്ന് ഒരാളെ കളയേണ്ട ആൾക്കാരെ കളഞ്ഞപ്പോ തന്നെ ഫ്ലഷ് അടിക്കാം. അതിനാണ് ബാത്റൂമിൽ പോയത്. ഓ കക്കൂസ് ഉണ്ടാള് ബോഡി വരുമ്പോ കക്കൂസ് അപ്പാപ്പ ഞാൻ വന്ന് ഉത്തരം കിട്ടിയില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്റ്റോറി ഇട്ട ആൾക്കാരും സ്റ്റോറി നോക്കിയിരിക്കുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് അങ്ങനത്തെ സ്റ്റോറീസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരുന്നു ശരിക്കുള്ള പ്രശ്നം എന്നൊക്കെ. മനസ്സിലായ? അപ്പൊ ഇങ്ങനെ ഈ കറന്റ് സിറ്റുവേഷനിൽ സ്റ്റോറി ഇട്ട് എൻജോയ് ചെയ്യുന്നവരും ചിരിക്കുന്നവരും ഒക്കെ അങ്ങനെ ഇരുന്നോട്ടെ ബ്രോ. ഞാനിത് മൂവ് ഓൺ ചെയ്യും, നേരെ നിന്ന് കാണിക്കും. മനസ്സിലായ? അല്ലാതെ വേറെ അതിന്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല. അതിനി ആരാണേലും സ്റ്റോറി ഇടാനുള്ളമാരൊക്കെ സ്റ്റോറി ഇട്ടോട്ടെ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ അതൊക്കെ വിട്. ഞാൻ എന്റെ കാര്യം, നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോവാ. മനസ്സിലായ? വിഷമമുള്ളവരൊക്കെ സ്റ്റോറി ഇടും, അങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. വണ്ടിക്കാര് അകത്തോട്ട് കയറാൻ പറഞ്ഞു അവരോട്. XMD എന്ത്? XMD എന്താ? അണ്ണാ മറ്റേ മീറ്റിംഗ് ആംബുലൻസ് EMS. മറ്റേ മീറ്റിംഗ് അത് നമുക്ക് വിളിക്കാം. ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം. എന്നാ ഇത് മനഃപൂർവ്വം കൊല്ലനാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഇത്രയുള്ള കാര്യങ്ങളൊക്കെ. എന്താ പറയാ, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. സോ നമുക്ക് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിന്ന് ചെയ്ത് തുടങ്ങാനും ചെയ്ത് തീർക്കാനൊക്കെ ഉണ്ട്. സോ അപ്പൊ എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ മെമ്പേഴ്സിന്റെ അടുത്ത് എല്ലായിടത്തും കേട്ടാ, നിങ്ങൾ എല്ലാവരും ഹൈറാർക്കിയിലെ സംസാരിക്കാവൂ. ലൈക്ക് അത് നിങ്ങൾ കൊടുക്കേണ്ട ഒരു ഹൈറാർക്കിയാണ്. ലൈക്ക് നമ്മളെ എന്തുകൊണ്ട് പ്രായത്തിലും നമ്മൾ ഒരുപാട് മൂത്തൊരു ആളാണ്. അപ്പാന്ന് വിളിച്ച് സംസാരിക്കുക എല്ലാരും. സോ അപ്പൊ ഒഫീഷ്യലി വി ആർ വെൽക്കമിങ് യു ടു TVA അപ്പാപ്പ. അപ്പൊ കറന്റ്ലി നമ്മുടെ കോ ലീഡർ ചന്ദ്രനാണ്. എന്താവശ്യം ഉണ്ടെങ്കിലും അപ്പാപ്പൻ ചന്ദ്രനോട് പറഞ്ഞാൽ മതി. ആവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി, അവർ റെഡിയാക്കി തരും. അങ്ങനെ ഈ മരിച്ച ആൾക്കാർ സംസാരിക്കില്ല, നമ്മൾ ഡിസ്കൗണ്ട് ഹാപ്പിയാണ്. മരിച്ച ആൾക്കാർ സംസാരിക്കില്ല. പക്ഷെ ജീവനുള്ള ഒരു പട്ടിയുടെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാൻ കേട്ടാ എപ്പോഴും. അല്ലല്ല, അത് ഇവിടെ നമ്മുടെ പട്ടി കൂടെ ഉണ്ട്. അപ്പൊ ഗ്യാങ് ഡ്രസ് അപ്പാപ്പന് യൂസ് ചെയ്യാം, ഗ്യാങ് അസറ്റ്സും കാര്യങ്ങളൊക്കെ ഇതാക്കാം. അപ്പൊ നമ്മള് ഓൾറെഡി ഞാൻ ഇന്ന് ദൈവങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു റിക്രൂട്ട്മെന്റ് ഉണ്ടെന്ന്. അപ്പൊ അപ്പാപ്പന് അവരുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ചെയ്യുമ്പോ ഇന്ന് തന്നെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു അവരപ്പൊ. അപ്പൊ അതൊന്ന് ഇന്ന് തന്നെ ഗ്യാങ് റോള് മേടിക്കാം. അപ്പൊ അപ്പാപ്പന്റെ അടുത്ത് ഞാൻ ഇന്ന് കുറച്ച് മുമ്പ് ഞാൻ ഡിസ്കോഡിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഓൾറെഡി. ഓക്കെ, അപ്പൊ ഗ്യാങ് റോളോട് ഒന്ന് മേടിച്ച് ഗ്യാങ് അസറ്റ്സും എല്ലാം ഒന്ന് സെറ്റ് ആക്കിയേരെ. അപ്പൊ അത്രേ ഉള്ളു. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും പറയണ്ടോ? എനിക്ക് ഉത്തരം കിട്ടിയില്ല. മരിച്ചവിടെ വന്നായിരുന്നോ? ഇതേ ചോദ്യം ഞാൻ മെന്നിയോട് ചോദിക്കട്ടെ, കുറച്ച് ചോദ്യങ്ങള്. ചോദിച്ചോ. കൊക്ക ഞാൻ ചോദിക്കാം. ഒരു കയ്യില് അണ്ണന്റെ പപ്പ. വീട്ടുകാരെ ചോദിച്ചൂടന്ന്. ഒരു കയ്യില് മറുകയില് റിബല്. പോവും, രക്ഷിക്കും. ആരെ രക്ഷിക്കും? കണ്ണൻ. പ്രതീക്ഷിക്കുന്ന ഉത്തരായിരുന്നു. ഓക്കെ, ഉത്തരം കറക്റ്റാ പറയണം. അടുത്ത് ഒരു കയ്യില് ഞാൻ, ഒറ്റ കയ്യില് വാസവണ്ണൻ. നീ പോയി ചന്ദ്ര. ചന്ദ്ര പോയി. ചന്ദ്രൻ പോവും. എന്നെ കളഞ്ഞ്. പിന്നെ സംശയം ഒരു കയ്യില് എലി, ഒരു കയ്യില് അലീന. അത് കുറച്ച് ഡാർക്കാണ്. രണ്ടുപേരും രണ്ടുപേരെയും കളയേണ്ടി വരും. രണ്ടിനെയും കണ്ണിനെ എനിക്ക്.
അല്ല അത് പറ്റില്ല ഒരെണ്ണം പറഞ്ഞ പറ്റില്ല ഇതൊക്കെ എന്തിന് മാഡി ഹലോ എടേ നീയൊക്കെ ഉത്തരം പറഞ്ഞാടെ നീയൊക്കെ മൊണ്ടി പറയല്ലേ വന്നെ. നീയൊക്കെ ഒരു ഉത്തരം പറയണം പറഞ്ഞാ. അത് പറയണം നിങ്ങളിപ്പോ ഇനി- കാണിച്ചത് എന്താണ് game എന്ന്? ഇപ്പൊ നിയമം ഒരാളെ വിടാൻ പറ്റത്തുള്ളതാ, രണ്ടുപേരും പറ്റത്തില്ല. അല്ലെങ്കിൽ ഇത് ആ, പറയണം. ഈ അപ്പാപ്പൻ പറയുന്ന ഒരുത്ത മറ്റേ സാധനത്തിൽ പിടിച്ച് തൂങ്ങി കിടക്കുന്നത്. വളരെ simple ആയിട്ടുള്ള കാര്യമല്ലേ? പറ. വെറുതെ അനങ്ങായിരിക്കല്ലേ AFK കിക്ക് വരും കേട്ടോ, അനങ്ങായിരിക്കല്ലേ അവൻ കിക്കായി. എടേ എന്നെ രക്ഷിക്കാൻ പറയൂ, ഞാൻ ചത്ത് കിടക്കുകയാണ്. അല്ല നിങ്ങൾ വിഷയം മാറ്റം അയ്യോ. കാര്യത്തിലോട്ട് വാ പറ. ഡിസ്കോഡിൽ സംസാരിക്കുന്നവര് കേക്കും പറയടാ. വെച്ചിട്ട് ഇതൊക്കെ അണ്ണാ മറ്റേ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് TV ഫാമിലി കോൾ ടു ആദ്യം വിളിച്ചോളാം ബ്രോ. ഇത് കഴിഞ്ഞിട്ട് സംസാരിച്ചോ. ഓക്കെ ഓക്കെ അല്ല അത് പൊക്കാൻ വേണ്ടിട്ടല്ലായിരുന്നു. ഇനിയിപ്പോ തൽക്കാലം ബോർഡ് ഇട്ടേ എന്താടാ നെഞ്ഞാണ് പറ. പെണ്ണെണ്ണ പോയാ വേറെ ആരും ഇവിടെ നേരെ കളിച്ചില്ല, എനിക്ക് രസമില്ല ഇത്.